അപ്പോഴേതുണ്ടോ എൻ്റെ മജന്ത ലേഡി ഉള്ളിച്ചെടി ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഒരെണ്ണം മൊട്ടായിട്ട് നിൽക്കുന്നു, വേറെ എണ്ണം അതേ ചെടിയിൽ തന്നെയുണ്ട്, നല്ല പകുതി വിരിഞ്ഞ് നിൽക്കുന്നു. മഴയാണേലും വെയിലാണേലും ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇവളുടെ നിപ്പ്. കണ്ടോ, എൻ്റെ ചോട്ടിൽ ഇഷ്ടം പോലെ തൈകളുണ്ട്. വർഷങ്ങളേറെയായി, 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് പൂത്തെങ്കിലും ദിവസമല്ല മിക്കവാറും സമയാസമയങ്ങളിൽ ഇതിൽ പൂവുണ്ടാവും. പലപ്പോഴും ഞാൻ കാണാറില്ല, കാരണം ഈ നീണ്ട വലിയ ഇലകൾക്കിടയിൽ ഇതിങ്ങനെ പൊങ്ങി വന്ന് എവിടെയെങ്കിലും ഭയങ്കര നീണ്ട ഉള്ളത്തണ്ടാണല്ലോ, അതെങ്ങനെയെങ്കിലുമൊക്കെ ഒടിഞ്ഞ് താന്ന് എവിടെയെങ്കിലും കിടക്കും. അങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്കിത് പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ ചുവട്ടിൽ കൂടെ എന്നും വന്ന് നോക്കിയാലും ചിലപ്പോഴൊന്നും കാണാനേ പറ്റത്തില്ല. അങ്ങനെയുള്ള എന്തായാലും ഇന്നിപ്പം നോക്കിയപ്പം 2 തണ്ടിങ്ങനെ വന്ന് ഇത്രയും ഇങ്ങനെ ആയപ്പോഴാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ 2 ആഴ്ചയായിട്ടില്ലായിരുന്നു കേട്ടോ, അത് വേറൊരു കാര്യം. മഴയാണേലും വെയിലാണേലും ഇവൾക്കൊന്നും സംഭവിക്കാറില്ല. എപ്പോഴും നല്ല നീണ്ട പച്ച നീണ്ട തുടുത്ത ഇലകളും അതിനോടൊപ്പം വരുന്ന അതിലിരട്ടി അഴകാർന്ന പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉള്ളിച്ചെടി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇത് ഏപ്രിൽ ലില്ലിയുടെ ഒപ്പം കൂട്ടാൻ പറ്റത്തില്ല, പക്ഷേ ഏപ്രിൽ ലില്ലി മെയ് ഫ്ലവറും ഒക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പം നമ്മുടെ പൂത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതിനൊരു പ്രത്യേകതയാണ്. പിന്നെ എൻ്റെ ടൈബ് വന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. ടൈബുവിൻ്റെ 4 മണിക്ക് ഞാൻ അഴിച്ചു വിടും. ഇനി ഈ കർട്ടൻ എന്താണെന്നായിരിക്കും അല്ലേ, ചെടികളുള്ളവർക്കൊക്കെ മനസ്സിലാകും. കാരണം ഇപ്പോഴത്തെ ഭയങ്കര വെയിൽ. പിന്നെ നമ്മൾ ദിവസവും രാവിലെയും വൈകിട്ട് ഒഴിച്ചില്ലെങ്കിൽ ഓർക്കിഡിൻ്റെ കാര്യമെല്ലാം പോക്കാം. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു കർട്ടനൊക്കെ ഇട്ട് മറച്ച് ഒക്കെ ഇട്ടിട്ട് പോയി. പഴയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറ്റി പുതിയ സ്ഥലമൊക്കെ ഉണ്ടാക്കി ഒരു റെഡ് ഫ്ലവർ വിരിയുന്ന, ചുവന്ന പൂക്കൾ വിരിയുന്ന ഒരു പടർന്ന ചെടിയുടെ പന്തൽ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ കീഴിലാക്കി ഞാൻ. ഇതാകുമ്പം പിന്നെ നല്ല തണലുമുണ്ട്. ഒരു ദിവസം 2 ദിവസമൊക്കെ കൂടുമ്പം വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ. പിന്നെ ഇടയ്ക്ക് മഴ കിട്ടുന്നത് ഒരു ഭാഗ്യമായി. ഇല്ലെങ്കിൽ എൻ്റെ ഫെലിനോപ്സിസ് എല്ലാം ഒരു പരിവായി കേട്ടോ. എല്ലാം ഞാൻ ഒന്ന് അതിൻ്റെ നീണ്ട ഇത് പഴയ ഫ്ലവർ വന്ന തണ്ടുകൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം അതങ്ങനെ ഇരിക്കുന്നു. ഇന്നിപ്പം നോക്കിയപ്പോൾ എൻ്റെ ഗാർഡൻ്റെ ബൊഗൻവില്ലയിലെ പൂക്കളെല്ലാം പൊഴിഞ്ഞ് 2-ാമത്തെയും 3-ാമത്തെയും ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പൂക്കളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം നാടൻ ചെടികളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ നീണ്ടുപോകും കേട്ടോ. അതുകൊണ്ട് ഞാനിനി സമയമനുസരിച്ച് അത് ചെയ്യാൻ പറ്റുള്ളൂ. നാളെയോ മറ്റന്നാളോ ഒക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചൊക്കെ ഒത്തിരി നീണ്ടുപോയി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെ ടൈഗുവിനോടൊപ്പം കളിക്കാമെന്ന് വിചാരിച്ചു. കാരണം ടൈഗു ഞാൻ പറഞ്ഞല്ലോ 1-2 ആഴ്ചയായല്ലോ, 2 ആഴ്ചയായി. അപ്പം ടൈഗുവിനെ വൈകുന്നേരമൊക്കെ ഇറക്കി വിട്ട് അവൻ്റെ കൂടെ ഒന്ന് കളിച്ചും വരുമ്പം നമുക്കും ഒരു സന്തോഷവും ഊർജ്ജവും ഒക്കെ കിട്ടും. പെറ്റ്സ് നോക്കിയ ഇപ്പം വരുന്നേ ഇല്ല. നോക്കിയ ഇപ്പം ഞാൻ ഇടയ്ക്കില്ലാത്തതുകൊണ്ട് നോക്കിയയെ കാണാനുമില്ല. കളിക്കാനൊക്കെ വരും, അവൾ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. അതുതന്നെയല്ല, നോക്കിയ അല്പം അകലത്തിലാണ്. കാരണം നോക്കിയയുടെ അമ്മയ്ക്ക് വീണ്ടും 2 കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നോക്കിയയ്ക്കൊരു സംശയം ഉണ്ടാവും, അവളെ ഉപേക്ഷിച്ചുവോ, ഇനിയും കുഞ്ഞുങ്ങളോടൊപ്പം ആണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുമല്ലോ. സാധാരണ 3-4 പിള്ളേരുള്ളിടത്തെ മൂത്ത കൊച്ചിന് തോന്നുന്ന ഒരു മനോഭാവം അവൾക്കുണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ അപ്പം നിങ്ങളുടെ ബൊഗൻവില്ലയുടെയൊക്കെ അവസ്ഥ എന്തായി? എല്ലാവരും മഴയൊക്കെ കൊള്ളാതെയും
ഒക്കെ മാറ്റിയൊക്കെ വെച്ച് കാണുമല്ലേ. ഹൈബ്രിഡൊക്കെ അങ്ങനെ മാറ്റി വെച്ചാൽ ഇന്നും പൂക്കളുണ്ടാവും. ഇതിപ്പം നാട്ടിലായതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും മാറ്റി വെക്കാറില്ല കേട്ടോ. സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇനിയും കൂടുതൽ പൂക്കൾ അതായത് കൂടുതൽ തണ്ടുകൾ ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് വിടും, അത്രയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പേരയും എൻ്റെ പേരയ്ക്കൊക്കെ പറിച്ച്, പേരയ്ക്കൊന്നും കിട്ടത്തില്ല കേട്ടോ. കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയ്ക്കിടയിലൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരുന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ പച്ചില തത്തയും അത് കിളികളൊക്കെ വന്ന് കൊത്തി ഇട്ടുകൊണ്ട് പോകും. പക്ഷേ വവ്വാലിൻ്റെ ശല്യം ഇല്ല കേട്ടോ. വവ്വാലിൻ്റെ ശല്യം ഞാൻ കാണാറില്ല. കിളികൾ തിന്നുന്നതല്ലാതെ വവ്വാലൊന്നും വന്ന് അങ്ങനെ ആക്രമിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനി അറിയില്ല ഉണ്ടോയെന്ന്. പക്ഷേ പച്ചിലക്കൊടുക്കുകളൊക്കെ വന്ന് കൊത്തി തിന്നുന്നത് കാണാം. ടൈഗു പേരയ്ക്ക തിന്നും കേട്ടോ. ഞാൻ തിന്നുന്നത് കണ്ട് ടൈഗുവിന് അതിൻ്റെ പുറത്തെ തൊലി കൊടുത്താൽ മതി, അവനിഷ്ടമാണ്. അവനതിനാണ് എൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഇനി അവൻ 6 മണിയാകാതെ കയറത്തില്ല. ഞാൻ സാധാരണ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. ഇന്നലെ മഴ പെയ്തെന്നാണ്, അപ്പോൾ പിന്നെ ഇന്ന് ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തി അടിച്ച് നടക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈസ്റ്ററൊക്കെ അല്ലേ, ഇനി നാളെ ഈസ്റ്റർ ആയില്ലേ? ഈസ്റ്ററിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ, പ്രത്യാശയുടെ ഈസ്റ്റർ അല്ലേ, അങ്ങനെയല്ലേ അങ്ങനത്തെ എങ്ങനെയാണെങ്കിലും. എന്നാൽ പിന്നെ ഇനി ടൈഗുവിനെ അല്പം ചട്ടം പിടിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ടൈഗുവിനെ ഒത്തിരി കാലം കൊണ്ട് പിന്നെ വൈകുന്നേരം ഒന്നും അഴിച്ചു വിടാറില്ലായിരുന്നു. കാരണം മിക്കവാറും നമുക്ക് സമയം കിട്ടത്തില്ല, അതിനോടൊപ്പം പല ദിവസങ്ങളും കാണത്തില്ല, അങ്ങനെയൊക്കെ. പിന്നെ നേരത്തെ ആണെങ്കിൽ ഇതിനോടൊപ്പം ഞങ്ങൾക്ക് വേറൊരു പെറ്റൂടെ ഉണ്ടായിരുന്നേ. അത് ഇപ്പോൾ ഇല്ല. അവനെ കൂടെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവനെന്നെ എല്ലാ മതിലും ചാടി ഇറങ്ങും. ഇവനെ പിന്നെ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഒരു മതിൽ ചാടിപ്പോകത്തില്ല. പിന്നെ പേടിയാണ്, ഇവനൊരു കൊച്ചു മതിൽ പോലും ചാടത്തില്ല. അതുകൊണ്ട് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവനിങ്ങനെ ഇതിൽ ഇറങ്ങി നടന്നോളൂ. അപ്പം എനിക്കൊരു സന്തോഷം. ഞാൻ ഗാർഡനൊക്കെ നനച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ തിരിച്ച് കയറ്റിയാൽ മതി. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ 6 മണിയാകാതെ കയറത്തുമില്ല. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇല്ലാതെ തിന്നുന്നുണ്ട്, അഴിച്ചു വിടുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് അഴിച്ചു വിടും, അല്ലെങ്കിൽ അവൻ തന്നെ ഊരിക്കൊണ്ട് പോകും കേട്ടോ. ഗേറ്റ് തുറന്ന് നടക്കണം, അങ്ങ് വെളിയിലും പോവുകയും ചെയ്യും. പിന്നെ വരുന്നത് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ഒന്ന് പിടിച്ച് കയറ്റാൻ ഭയങ്കര പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബെൽറ്റോട് ഊരിപ്പോകുമല്ലോ, കട്ടേന്ന് ഊരിപ്പോകും. ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടിക്കും കിട്ടത്തില്ല. അങ്ങനെ ഇച്ചിരി വട്ട് പോലെ ഇരിക്കുന്ന സാധനമല്ലേ, അപ്പം നമ്മൾ പിടിക്കാനൊന്നും കിട്ടത്തേ ഇല്ല. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ടിട്ട് ഇപ്പോൾ ഇറക്കി വിടും കേട്ടോ. അങ്ങനെ ഇറക്കി ഇപ്പം വിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് പിന്നെ ചെടിയൊന്നും നനയ്ക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചവന് സിറ്റ് പിന്നെ ഡൗണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് നേരത്തെ പഠിപ്പിച്ചതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു.